നിങ്ങളുടെ ലോവർ ബാക്കിൽ പെയിൻ സ്റ്റാർട്ട് ചെയ്ത് ആ പെയിൻ നിങ്ങളുടെ ബട്ടക്കിലേക്കും തൈയുടെയും കാഫിൻ്റെയും ബാക്കിലേക്കും ഇറങ്ങി വരുന്നുണ്ട്. ഒപ്പം ടിംഗ്ലിംഗ്, മരവിപ്പ്, ബേണിംഗ് സെൻസേഷനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഷെയാറ്റിക്ക. ഷെയാറ്റിക്ക ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സസീവായിട്ട് സ്ട്രെച്ചിങ് ചെയ്യാതെ അതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള സ്ട്രെങ്തനിങ് എക്സസൈസസ് ആണ് ചെയ്യേണ്ടത്. അതോടൊപ്പം ആ പെയിനിനെ ഒന്ന് ഡീസെൻസിറ്റൈസ് ചെയ്യാനായിട്ട് 2 പൊസിഷൻസ് ഞാൻ പറഞ്ഞുതരാം. നമ്പർ 1, ഇതുപോലെ മലർന്ന് കിടന്നതിന് ശേഷം മുട്ടിൻ്റെ താഴെ 2 പില്ലോ വെച്ച് ഈ ഒരു പൊസിഷനിൽ കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡിസ്കിലുള്ള പ്രഷർ റെഡ്യൂസ് ചെയ്യാനും ഷെയാറ്റിക് നെർവിലുള്ള ഇറിറ്റേഷൻ കുറയ്ക്കാനും ഇത് നിങ്ങളെ സഹായിക്കും. നമ്പർ 2, നിങ്ങളുടെ വേദനയുള്ള കാല് മുകളിൽ വരുന്ന രീതിയിൽ സൈഡ് ലൈനിൽ കിടക്കുക. എന്നിട്ട് ഒരു പില്ലോ കാലുകളുടെ ഇടയിൽ ഇതുപോലെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പൊസിഷൻ നിങ്ങളുടെ നെർവിലുള്ള ടെൻഷൻ കുറയ്ക്കും, നിങ്ങളുടെ പെയിൻ കുറയ്ക്കാനായിട്ടും ഇത് സഹായിക്കും. ഇനി പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഷെയാറ്റിക്ക അല്ലെങ്കിൽ ബാക്ക് പെയിൻ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോമൺ ബാക്ക് പെയിൻ അവർ ഫിറ്റ്നസ് കൗൺസിലർ വിൽ കണക്ട് വിത്ത് യു.